അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എതിർലിംഗ പദങ്ങളാണ്, സ്ത്രീലിംഗവും പുല്ലിംഗവും. അപ്പോൾ കവി എന്നതിൻ്റെ സ്ത്രീലിംഗമാണ് എന്ത്? കവയത്രി. കവി എന്നത് എന്താണ്? കവിത എഴുതുന്ന പുരുഷനെയാണ് കവി എന്ന് പറയുന്നത്. കവയത്രി എന്ന് പറയുന്നത് ആരാണ്? കവിയത്രി അല്ല, കവയിത്രി എന്ന് പറയുന്നത് ആരാണ്? കവിത എഴുതുന്ന സ്ത്രീയാണ്. അടുത്തത് കർത്താവ് എന്ന് പറയുമ്പോൾ പുല്ലിംഗം, അതിന് സ്ത്രീലിംഗം എന്താണ്? കർത്തൃ. കർത്താവ്, ഒരു കാര്യം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ എന്നുള്ള അർത്ഥം വരാം. കർത്തൃ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കാര്യം ചെയ്യുന്നവൾ അല്ലെങ്കിൽ ഉടമസ്ഥ. ഇനി നേതാവ് എന്ന് പറയുമ്പോൾ നേത്രി. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന പുരുഷനെ നമ്മൾ നേതാവെന്ന് പറയും. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്ത്രീയെ നമ്മൾ എന്തെന്ന് വിളിക്കും? നേത്രി അല്ലെങ്കിൽ അഭിനേത്രി എന്ന് നമുക്ക് പറയാം. ധാത്രി. ദാതാവ് ആരാണ്? ദാനം നൽകുന്ന പുരുഷനാണ് ദാതാവ്. അപ്പം ധാത്രി ആരാണ്? ദാനം നൽകുന്ന സ്ത്രീയാണ്. രക്ഷാകർത്തൃ. അപ്പം എന്താണ് ഇപ്പം നമ്മൾ പറയത്തില്ലേ, സ്കൂളിലെ രക്ഷകർത്താവ് ആരാണ്? അല്ല, അങ്ങനെ പറയാം. അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന പുരുഷനെ നമ്മൾ രക്ഷാകർത്താവെന്നും, എന്താണ് സംരക്ഷണം നൽകുന്ന സ്ത്രീയെ നമ്മൾ രക്ഷാകർത്തൃ എന്നും പറയുന്നു. അടുത്തത് രക്ഷിതാവ്, രക്ഷിത്രി. അപ്പോൾ നമ്മുടെ രക്ഷിതാവ് ആരാണ്? അച്ഛനായിരിക്കും. ഗാർഡിയൻ നമ്മൾ പറയത്തില്ല. അപ്പോൾ രക്ഷിത്രി ആരാണ്? അമ്മയായിരിക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ സംരക്ഷിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന പുരുഷനാണ് രക്ഷിതാവ്. അപ്പം സംരക്ഷിക്കുന്ന സ്ത്രീ ആരാണ്? രക്ഷിത്രി എന്ന് പറയും. അപ്പോൾ രക്ഷിതാവ്, രക്ഷിത്രി. അടുത്ത നായകൻ, നായിക. നമുക്കറിയാം, കഥയിലെ പ്രധാന പുരുഷൻ അല്ലെങ്കിൽ കഥാപാത്രം അല്ലെങ്കിൽ ഹീറോയാണ് നമ്മൾ നായകൻ എന്ന് പറയുന്നത്. നായിക എന്ന് പറയുന്നതാണ് കഥയിലെ ഹീറോയിനെയാണ്. അപ്പോൾ നായകൻ, നായിക. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. കവി, കവയിത്രി, അതുപോലെ തന്നെ കർത്താവ്, നേതാവ്, നേത്രി, ദാതാവ്, ധാത്രി, രക്ഷാകർത്താവ്, രക്ഷാകർത്തൃ, രക്ഷിതാവ്, രക്ഷിത്രി, നായകൻ, നായിക. അടുത്ത നമുക്ക് നോക്കാം ഗായകൻ, ഗായിക. അപ്പോൾ പാട്ട് പാടുന്ന പുരുഷനാണ് ഗായകൻ. അപ്പം പാട്ട് പാടുന്ന സ്ത്രീ എന്താണ്? ഗായിക എന്ന് നമ്മൾ പറയും. അപ്പോൾ ഗായകൻ, ഗായിക. ഇനി യാത്രിക. അപ്പോൾ എന്താണ്? യാത്ര ചെയ്യുന്ന പുരുഷനെ നമ്മൾ യാത്രികൻ എന്ന് പറയും. യാത്ര ചെയ്യുന്ന സ്ത്രീയെ നമ്മൾ എന്താണെന്ന് പറയും? യാത്രിക എന്ന് പറയും. ഇപ്പം നമ്മൾ പറയത്തില്ല, സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ യാത്ര ചെയ്യുന്ന പുരുഷൻ ആണ് നമ്മൾ സഹയാത്രികൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? കൂടെ യാത്ര ചെയ്യുന്ന സ്ത്രീയെ നമ്മൾ എന്തെന്ന് പറയും? സഹയാത്രിക എന്ന് പറയും. ഇനി ആരാധിക. അപ്പം ഇഷ്ടപ്പെടുകയോ ആരാധിക്കുകയോ ചെയ്യുന്ന പുരുഷനാണ് ആരാധകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സ്ത്രീലിംഗമാണെന്ത്? ആരാധിക എന്ന് പറയുന്നത്. ഇനി അധ്യാപിക. പഠിപ്പിക്കുന്ന പുരുഷൻ അധ്യാപകനാണെങ്കിൽ പഠിപ്പിക്കുന്ന സ്ത്രീ എന്തായിരിക്കും? അധ്യാപികയായിരിക്കും. ഇനി വിമോചിക. മോചകൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം അടിമത്തത്തിൽ നിന്നോ അല്ലെങ്കിൽ കഷ്ടപ്പാടിൽ നിന്നോ മോചിപ്പിക്കുന്ന പുരുഷനെയാണ് നമ്മൾ വിമോചകൻ എന്ന് പറയുന്നത്. അപ്പോൾ മോചിപ്പിക്കുന്ന സ്ത്രീയെ നമ്മൾ എന്ത് പറയും? വിമോചിക എന്ന് പറയും. പഥിക. ഇപ്പോൾ വഴിപോക്കൻ അല്ലെങ്കിൽ യാത്രക്കാരനായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ പഥികൻ എന്ന് പറയുന്നത്. അപ്പം യാത്രക്കാരിയായ സ്ത്രീ അല്ലെങ്കിൽ വഴിപോക്കത്തി എന്ന് നമ്മൾ പറയാം. അതിനാണ് പഥിക എന്ന് പറയുന്നത്. അപ്പോൾ പഥികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുല്ലിംഗം പഥികൻ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം എന്തായിരിക്കും? പഥിക എന്നായിരിക്കും. ഇനി അടുത്തത് ധനിക എന്ന് പറഞ്ഞാൽ പണക്കാരനായിട്ടുള്ളൊരു പുരുഷനാണ്. അപ്പോൾ ധനികനാണ്. അപ്പോൾ പണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കും? ധനിക എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ബാലൻ അല്ലെങ്കിൽ ബാലകൻ നമുക്ക് പറയാം. അതിന് എതിർലിംഗം എന്താണ്? ബാലിക. അപ്പോൾ ബാലൻ അല്ലെങ്കിൽ ബാലകൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയാണ്. ബാലിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പെൺകുട്ടിയായിരിക്കും. ഇനി രക്ഷകൻ, രക്ഷിക. അപ്പോൾ രക്ഷകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാണ്, പുരുഷനാണ്. എന്തെന്ന് അല്ല, സേവിയർ എന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷകനാണ്. എന്നാൽ ആപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന സ്ത്രീ എന്ന് നമ്മൾ എന്ത് പറയും? രക്ഷിക എന്ന് പറയും. അപ്പം ഗായകൻ, ഗായിക, യാത്രികൻ, യാത്രിക, ആരാധകൻ, ആരാധിക, അധ്യാപകൻ, അധ്യാപിക, വിമോചകൻ, വിമോചിക, പഥികൻ, പഥിക, ധനികൻ, ധനിക, ബാലൻ അല്ലെങ്കിൽ ബാലകൻ, ബാലിക, രക്ഷകൻ, രക്ഷിക. ഓക്കെ, അടുത്ത നോക്കാം. എന്താണ്? ലേഖകൻ, ലേഖിക. അപ്പം ലേഖനങ്ങൾ എഴുതുന്ന പുരുഷൻ അല്ലെങ്കിൽ പുസ്തകങ്ങൾ എഴുതുന്ന പുരുഷനെ നമ്മൾ ലേഖകൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ സ്ത്രീയെ എഴുതുന്നെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ലേഖിക എന്ന് വിളിക്കും. സേവിക. സേവകൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മളെ സഹായിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്യുന്ന പുരുഷനെ നമ്മൾ സേവകൻ എന്ന് പറയും. അതുപോലെ സഹായിക്കുന്ന നമ്മുടെ സ്ത്രീയെ നമ്മൾ എന്താ വിളിക്കും? സേവിക എന്ന് വിളിക്കും. കാതിക. അപ്പോൾ കാതികൻ,
ഖാദിക അതെന്താണ്? അപ്പോൾ എന്താണ് ഖാദികൻ എന്ന് പറഞ്ഞാൽ കഥ പറയുന്ന പുരുഷൻ അല്ലെങ്കിൽ കഥാപ്രസംഗം നടത്തുന്ന ആളെ നമ്മൾ ഖാദികൻ എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ കഥ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ കഥാപ്രസംഗം നടത്തുന്ന സ്ത്രീ നമ്മൾ ഖാദിക എന്നാണ് പറയുന്നത്. അപ്പോൾ ഖാദികൻ, ഖാദിക, ഖാദികൻ, ഖാദിക. അടുത്തത് സമ്പാദകൻ, സമ്പാദിക. അപ്പം എന്താണ് സമ്പാദകൻ, സമ്പാദിക എന്ന് പറയുന്നത് എന്താണ്? ഒരു പുസ്തകം എന്താണ് എഡിറ്റ് ചെയ്യുന്നത് ആരാണ്? പത്രം എഡിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാഗസീൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു തയ്യാറാക്കുന്ന ഒരു പുരുഷനെ നമ്മൾ സമ്പാദകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ നമ്മൾ സമ്പാദിക എന്ന് പറയും. തമ്പി, തങ്കച്ചി. തമ്പി, തങ്കച്ചി എന്ന് പറയുമ്പോൾ തമ്പി എന്ന് പറയുന്നത് അനിയൻ അല്ലെങ്കിൽ ചെറിയ സഹോദരനാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തങ്കച്ചി എന്ന് പറയുന്നത് പെങ്ങളെ അല്ലെങ്കിൽ അനിയത്തിയെയാണ് പറയുന്നത്. നമ്പ്യാർ, നങ്ങ്യാർ. നമ്പ്യാർ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ ഒരു പ്രത്യേക സമുദായത്തിലെ പുരുഷനെ നമ്മൾ നമ്പ്യാർ എന്ന് പറയും. അപ്പോൾ അവരുടെ തന്നെ അതേ സമുദായത്തിലെ സ്ത്രീയെ നമ്മളത് പറയും നങ്ങ്യാർ എന്ന് പറയും. ഇനി കൈമൾ, കുഞ്ഞമ്മ. കൈമൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നായർ സമുദായത്തിലെ ചില പ്രമാണികളെ കുടുംബങ്ങളിൽ വിളിക്കുന്ന സ്ഥാനപ്പേരാണ് ഈ പുരുഷന്മാർക്ക് കൈമളെന്നും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് കുഞ്ഞമ്മയെന്നും. അപ്പോൾ കൈമൾ, കുഞ്ഞമ്മ. ഇനി പണ്ടാല, അതുപോലെ കോവിലമ്മ. അപ്പോൾ എന്താണ് ഇതുപോലെ തന്നെ ഈ ക്ഷത്രിയ സമുദായത്തിൽ സാമന്ത ക്ഷത്രിയ സമുദായത്തിൽ രാജകുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാനപ്പേരാണ് ഈ പണ്ടാല, കോവിലമ്മ എന്ന് പറയുന്നത്. പണ്ടാല എന്ന് പറയുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് കോവിലമ്മ എന്ന് പറയും. അപ്പോൾ പണ്ടാല, കോവിലമ്മ. നമ്പൂതിരി, അന്തർജനം. അപ്പോൾ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബ്രാഹ്മണ സമുദായത്തിലെ പുരുഷന്മാരാണ് നമ്പൂതിരികളെന്ന് വിളിക്കുന്നത്. അന്തർജനം എന്ന് പറയുന്നത് അതേ സമുദായത്തിലെ അല്ലെങ്കിൽ ബ്രാഹ്മണ സമുദായത്തിലെ സ്ത്രീയാണ് നമ്മൾ അന്തർജനം എന്ന് പറയുന്നത്. അപ്പോൾ ലേഖകൻ, ലേഖിക, സേവകൻ, സേവിക, ഖാദികൻ, ഖാദിക, സമ്പാദകൻ, സമ്പാദിക, തമ്പി, തങ്കച്ചി, നമ്പ്യാർ, നങ്ങ്യാർ, കൈമൾ, കുഞ്ഞമ്മ, പണ്ടാല, കോവിലമ്മ, നമ്പൂതിരി, പിന്നെന്താണ് അന്തർജനം. ഓക്കെ. അടുത്തത് മാടമ്പി, കെട്ടിലമ്മ. മാടമ്പി എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്തെ പ്രമാണിമാരായിരുന്ന അല്ലെങ്കിൽ വലിയ ഭൂസ്വത്തുള്ള പുരുഷന്മാരെ നമ്മൾ മാടമ്പി എന്ന് പറയും. അതുപോലെ തന്നെ രാജകുടുംബങ്ങളിലെ പ്രമാണി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ സ്ഥാനപ്പേരാണ് കെട്ടിലമ്മ. അപ്പോൾ ഇപ്പം നമ്മൾ കെട്ടിലമ്മ എന്നൊക്കെ പറയുന്നത് അത് ശരിയായൊരു അർത്ഥമല്ല. ഇപ്പം നമ്മൾ കെട്ടിലമ്മ എന്നൊക്കെ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ഒരു നെഗറ്റീവ് വേയാണ്. അപ്പം പണ്ടത്തെ ഒരു പ്രമാണികൾ അല്ലെങ്കിൽ പണ്ടത്തെ കാലത്തെ വലിയ ഭൂസ്വത്തുള്ള പുരുഷന്മാരെ നമ്മൾ മാടമ്പി എന്നും അതേപോലെ സ്ത്രീകളെ നമ്മൾ എന്തെന്ന് പറയും? കെട്ടിലമ്മ എന്നും പറയും. ഇനി ചാക്യാർ, ഇല്ലൊടമ്മ. അപ്പോൾ ചാക്യാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാക്യാർ, കൂത്ത്, കൂടിയാട്ടം ഇതൊക്കെ അവതരിപ്പിക്കുന്ന സമുദായത്തിലെ പുരുഷനെയാണ് നമ്മൾ ചാക്യാർ എന്ന് പറയുന്നത്. അതേ സമുദായത്തിലെ സ്ത്രീയെ നമ്മൾ ഇല്ലൊടമ്മ എന്ന് പറയും. ഇനി കലമാൻ, പേടമാൻ. കൊമ്പുകളുള്ള ആൺമാനാണ് കലമാൻ എന്ന് പറയുന്നത്. പെൺമാന് നമ്മളെന്ന് പറയും പേടമാൻ. സിമ്പിൾ. ജാമാതാവ്, സനുഷ. അപ്പോൾ ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകനാണ്. മകളുടെ ഭർത്താവിനാണ് ജാമാതാവ് എന്ന് പറയുന്നത്. മരുമകളെ നമ്മൾ സനുഷ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയെ നമ്മൾ മരുമകൾ അല്ലെങ്കിൽ സനുഷ എന്ന് പറയും. അപ്പോൾ ജാമാതാവ്, സനുഷ. ശ്വശുരൻ, ശ്വശ്രു. ശ്വശുരൻ, ശ്വശ്രു. എന്താണ് ശ്വശുരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മായിയപ്പനാണ്. ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അപ്പനെയാണ് നമ്മൾ ശ്വശുരൻ എന്ന് പറയുന്നത്. ശ്വശ്രു എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മയെ അല്ലെങ്കിൽ അമ്മായി അമ്മയെ നമ്മളെന്ത് പറയും? ശ്വശ്രു എന്ന് പറയും. അടുത്തത് പിഷാരടി, പിഷാരസ്യാർ. അപ്പോൾ പിഷാരടി, പിഷാരസ്യാർ എന്ന് പറഞ്ഞാൽ പിഷാരടി എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പിഷാരടി സമുദായത്തിലെ പുരുഷനെയാണ് നമ്മൾ പിഷാരടി എന്ന് വിളിക്കുന്നത്. അതേ സമുദായത്തിലെ സ്ത്രീയെ നമ്മൾ പിഷാരസ്യാർ എന്ന് വിളിക്കും. ഇനി പൂജാരി, പൂജാരിണി. പൂജ ചെയ്യുന്ന പുരുഷനാണെങ്കിൽ പൂജാരിയാണ്, പൂജ ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ പൂജാരിണി എന്ന് പറയും. ഇനി ബ്രാഹ്മണൻ, ബ്രാഹ്മണി. ബ്രാഹ്മണ സമുദായത്തിലെ പുരുഷനാണ് നമുക്കറിയാം ബ്രാഹ്മണൻ. സ്ത്രീയെ നമ്മളെന്ത് പറയും? ബ്രാഹ്മണി എന്ന് പറയും. ഇനി സഞ്ചാരി, സഞ്ചാരിണി. യാത്ര ചെയ്യുന്ന പുരുഷൻ സഞ്ചാരിയാണ്, യാത്ര ചെയ്യുന്ന സ്ത്രീ ആരാണ്? സഞ്ചാരിണിയാണ്. അപ്പം മാടമ്പി, കെട്ടിലമ്മ. ചാക്യാർ, ഇല്ലൊടമ്മ. കലമാൻ, പേടമാൻ. ജാമാതാവ്, സനുഷ. ശ്വശുരൻ, ശ്വശ്രു. പിഷാരടി, പിഷാരസ്യാർ. പൂജാരി, പൂജാരിണി. ബ്രാഹ്മണൻ, ബ്രാഹ്മണി. സഞ്ചാരി, സഞ്ചാരിണി. അടുത്തത് മനീഷി, മനീഷിണി. അപ്പോൾ മനീഷി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ അല്ലെങ്കിൽ അറിവുള്ള പുരുഷനാണ് നമ്മൾ മനീഷി എന്ന് പറയുന്നത്. അതുപോലെ ബുദ്ധിമതിയായ സ്ത്രീയെ നമ്മൾ എന്തെന്ന് പറയും? മനീഷിണി എന്ന് പറയും. പക്ഷി, പക്ഷിണി. അപ്പോൾ പൊതുവെ പറവകളെ സൂചിപ്പിക്കുന്നത് പക്ഷി എന്നാണ്. പക്ഷേ ഇതിൽ നമ്മൾ PSCയിൽ പക്ഷി എന്ന് പറയുമ്പോൾ ഒരു ആൺപക്ഷി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷിണിയാണെങ്കിൽ പെൺപക്ഷി, പക്ഷിയാണെങ്കിൽ ആണ്, പക്ഷിണിയാണെങ്കിൽ പെൺപക്ഷി. അപ്പം മനീഷി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബുദ്ധിമാനായ ആണ്. മനീഷിണി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ. പക്ഷി എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയുന്നതാണെങ്കിലും ഇതിനകത്ത് പറയുമ്പോൾ പക്ഷി എന്ന് പറയുന്നത്
ആൺപക്ഷിയെ സൂചിപ്പിക്കുന്നു. പക്ഷിണി എന്ന് പറയുമ്പോൾ എന്താണ്? പെൺ അല്ലെങ്കിൽ പെൺപക്ഷിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ. വിരഹി, വിരഹിണി. അപ്പോൾ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വിഷമിക്കുന്ന ആളാണ്, പുരുഷനെയാണ് നമ്മൾ വിരഹി എന്ന് പറയുന്നത്. വിരഹിണിയാണെങ്കിൽ എന്താണ്? പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കൊണ്ട് വിഷമിക്കുന്ന സ്ത്രീയെ നമ്മൾ വിരഹിണി എന്ന് പറയും. ഇനി ഗ്രഹികൻ, ഗ്രഹിണി. അപ്പം ഗ്രഹികൻ എന്ന് പറയുന്നത് എന്താണ്? കുടുംബകാര്യങ്ങൾ നോക്കുന്ന പുരുഷൻ അല്ലെങ്കിൽ വീട് ഭരിക്കുന്ന പുരുഷനെ നമ്മൾ ഗ്രഹികൻ എന്ന് പറയുന്നു. ഗ്രഹിണി എന്ന് പറഞ്ഞാൽ വീട് ഭരിക്കുന്ന അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾ നോക്കുന്ന സ്ത്രീ ആണ് നമ്മൾ ഗൃഹിണി എന്ന് പറയുന്നത്. ഇനി രാഖി, രാഖിണി. ഉള്ളവൻ അല്ലെങ്കിൽ കാര്യത്തോട് കടുത്ത താല്പര്യമുള്ള പുരുഷനെ നമ്മൾ രാഖി എന്ന് പറയും. സ്നേഹമുള്ളവനെ നമ്മൾ രാഖി എന്ന് പറയും. സ്നേഹമുള്ളവളാണെങ്കിൽ ആരാണ്? രാഖിണി. അടുത്തത് ഇന്ദ്രൻ, ഇന്ദ്രാണി. അപ്പോൾ എന്താണ്? ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രൻ്റെ ഭാര്യയാണ് ഇന്ദ്രാണി എന്ന് പറയുന്നത്. അടുത്തത് സഹകാരി, സഹകാരിണി. കൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന പുരുഷനെ നമ്മൾ സഹകാരി എന്ന് പറയും. സഹായിക്കുന്ന സ്ത്രീയെ നമ്മൾ സഹകാരിണി എന്ന് പറയും. ഹരിണം, ഹരിണി. ഹരിണം എന്ന് പറഞ്ഞാൽ ആൺമാനും ഹരിണി എന്ന് പറഞ്ഞാൽ പെൺമാനുമാണ്. സിംഹം, സിംഹി. സിംഹം എന്ന് പറഞ്ഞാൽ ആൺസിംഹം, സിംഹി എന്ന് പറഞ്ഞാൽ പെൺസിംഹം. അപ്പം മനുഷി, മനുഷ്യണി. പക്ഷി, പക്ഷിണി. വിരഹി, വിരഹിണി. ഗൃഹികൻ, ഗൃഹിണി. രാഖി, രാഖിണി. ഇന്ദ്രൻ, ഇന്ദ്രാണി. സഹകാരി, സഹകാരിണി. ഹരിണം, ഹരിണി. സിംഹം, സിംഹി. ഓക്കെ. അടുത്തത് പ്രഭു, പ്രഭി. പ്രഭു എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രമാണിയായ ഒരു പുരുഷനാണ് നമ്മൾ പ്രഭു എന്ന് പറയുന്നത്. അപ്പോൾ പ്രമാണിയായ സ്ത്രീയെ നമ്മൾ പ്രഭി എന്ന് പറയും. വിഭാര്യൻ, വിധുരൻ, വിധവ. അപ്പം വിധവ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭർത്താവ് മരിച്ചുപോയ സ്ത്രീയെ നമ്മൾ വിധവ എന്ന് പറയും. അപ്പം ഭാര്യ മരിച്ചുപോയ ഭർത്താവിനെ നമ്മൾ എന്ത് പറയും? വിഭാര്യൻ അല്ലെങ്കിൽ വിധുരൻ എന്ന് പറയും. അതുപോലെ തന്നെ മഹാൻ, മഹതി. അപ്പോൾ ഉന്നത സ്വഭാവമുള്ള അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന പുരുഷനെ നമ്മൾ വലിയ മഹാൻ എന്നൊക്കെ പറയും. മഹതി എന്ന് പറയുമ്പോൾ എന്താണ്? വലിയ കാര്യങ്ങൾ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ഉന്നത സ്വഭാവമുള്ള സ്ത്രീയെ നമ്മൾ മഹതി എന്ന് പറയും. വിദ്വാൻ, വിദൂഷിയാണ്. വിദ്വാൻ എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. വിദ്വാൻ, വിദൂഷിയാണ്. അപ്പോൾ എന്താണ്? വിദ്വാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അറിവുള്ള അല്ലെങ്കിൽ പഠിതനായിട്ടുള്ള ആളാണ്. അപ്പം അതുപോലെ തന്നെ പഠിതയായ സ്ത്രീയെ നമ്മൾ വിദുഷി എന്ന് പറയും. അടുത്തത് ചോരൻ, ചോരി. അപ്പം നമുക്കറിയാം ചോരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ എന്നാണ്. അപ്പം കള്ളനാണ് ചോരൻ. ചോരി എന്ന് പറഞ്ഞാൽ കള്ളി. ജനകൻ, ജനനി. അപ്പം ജനകൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ, ജന്മം നൽകിയവൻ ജനകൻ. ജനനി ആരാണ്? ജന്മം നൽകിയവൾ, അമ്മ. ഇനി മാനി, മാനിനി. എന്താണ്? ആത്മാഭിമാനമുള്ള അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടേണ്ട പുരുഷനെയാണ് മാനി എന്ന് പറയുന്നത്. അപ്പം ബഹുമാനിക്കപ്പെടേണ്ട സ്ത്രീയെ നമ്മൾ എന്ത് പറയും? മാനിനി എന്ന് പറയും. ശിവൻ, ശിവാനി. അടുത്തത് സ്വാമി, സ്വാമിനി. അപ്പോൾ നോക്കാം. പ്രഭു, പ്രഭി. വിഭാര്യൻ, വിതുരൻ. വിഭാര്യൻ എന്നോ വിതുരൻ എന്ന് പറഞ്ഞാൽ വിധവയെന്നാണ് സ്ത്രീലിംഗം. മഹാൻ, മഹതി. വിദ്വാൻ, വിദുഷി. ചോരൻ, ചോരി. ജനകൻ, ജനനി. മാനി, മാനിനി. ശിവൻ, ശിവാനി. സ്വാമി, സ്വാമിനി. അടുത്തത് തപസ്വി, തപസ്വിനി. സന്യാസി, സന്യാസിനി. തേജസ്വി, തേജസ്വിനി. ബന്ദി, ബന്ദിനി. അപ്പോൾ തപസ്വി, തപസ്വിനി. നമുക്കറിയാം തപസ് ചെയ്യുന്ന ആണും തപസ് ചെയ്യുന്ന പെണ്ണും. അപ്പം തപസ്വി, തപസ്വിനി. സന്യാസി, സന്യാസിനി. തേജസ്വി, തേജസ്വിനി. ഇങ്ങനെ ബന്ദി, ബന്ദിനി എന്ന് പറഞ്ഞാൽ തടവിലാക്കപ്പെട്ട പുരുഷനെ നമ്മൾ അല്ലെങ്കിൽ തടവുകാരനെ നമ്മൾ ബന്ദി. ബന്ദിനി എന്ന് പറഞ്ഞാൽ തടവിലാക്കപ്പെട്ട സ്ത്രീയെ ബന്ദിനി എന്ന് പറയും. യോഗി, യോഗിനി. യോഗാഭ്യാസം അല്ല ആത്മജ്ഞാനം നേടിയ പുരുഷനാണ് യോഗി എന്ന് പറയുന്നത്. ആത്മീയജ്ഞാനം നേടിയ സ്ത്രീയെ യോഗിനി എന്ന് പറയുന്നു. മനുഷ്യൻ, മനുഷ്വി. മനുഷ്യൻ, മനുഷ്യയാണ്. മനുഷ്യവർഗത്തെ നമ്മൾ പൊതുവേ മനുഷ്യൻ എന്നാണ് പറയുന്നത്. പക്ഷേ അതിപ്പോൾ ഇവിടെ പുരുഷനെയാണ് സ്ത്രീ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? മനുഷ്വി എന്നാണ്. ഇനി നരൻ, നാരി. നരൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ, നാരി എന്ന് പറഞ്ഞാൽ സ്ത്രീ. യാചകൻ, യാചകി. യാചകി. ഘാതകൻ, ഘാതകി. ഓക്കെ. തപസ്വി, തപസ്വിനി. സന്യാസി, സന്യാസിനി. തേജസ്വി, തേജസ്വിനി. ബന്ദി, ബന്ദിനി. യോഗി, യോഗിനി. മനുഷ്യൻ, മനുഷ്വി. നരൻ, നാരി. യാചകൻ, യാചകി. ഘാതകൻ, ഘാതകി. അടുത്തത് കുരുടൻ, കുരുടി. കുരുടൻ, കുരുടി എന്നറിയാമല്ലോ. കണ്ണ് കാണാത്ത അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത ആണിനെ നമ്മൾ കുരുടനെന്നും സ്ത്രീയെ നമ്മൾ കുരുടി എന്നും പറയും. കിരാതൻ, കിരാതി. ക്രൂരനായ പുരുഷൻ അല്ലെങ്കിൽ കാട്ടാളനൊക്കെ ആണ് കിരാതൻ, കിരാതി. സ്ത്രീ പറയുമ്പോൾ കിരാതി. ദൂതൻ, ദൂതി എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ കർഷകൻ, കർഷകി. ശ്രോതാവ്, ശ്രോതി. ശ്രോത്രി. ഏകാഗി, ഏകാഗിനി. മനുഷ്യൻ, മനുഷ്വി. ഇപ്പം എന്താണ്? കുരുടൻ, കുരുടി. കിരാതൻ, കിരാതി. ദൂതൻ, ദൂതി. കർഷകൻ, കർഷകി. ശ്രോതാവ്, ശ്രോത്രി. ഏകാഗി, ഏകാഗിനി. മനുഷ്യൻ, മനുഷ്വി. ഓക്കെ.